പോക്സോ കേസ് ഉൾപ്പെടെയുള്ള കേസുകളുണ്ട്. സാംസ്കാരിക മന്ത്രി പറയുന്നത് എന്താ, ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ച് ഒരു സിനിമാ കോൺക്ലേവ് നടത്തും. ഇത്രയും വലിയ ഗുരുതരമായ കുറ്റകൃത്യം നടന്നിട്ട് സിനിമാ കോൺക്ലേവാണ് നടത്തുന്നത്. ആരെയാണ് സാംസ്കാരിക മന്ത്രി വിഡ്ഢിയാകുന്നത്? ഇരകളോടൊപ്പമാണോ വേട്ടക്കാരുടെ ഒപ്പമാണോ സർക്കാർ വേട്ടക്കാരുടെ ഒപ്പമാണ്. ആരുടെ സ്വകാര്യത കളയുമെന്നാണ്? ഇരകളുടെ സ്വകാര്യത കളയണ്ട. സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത് വേട്ടക്കാരുടെ സ്വകാര്യത സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ശ്രമിക്കുന്നത്. 4.5 കൊല്ലക്കാലം ഇതിന്റെ മീതെ അടയിരുന്നത്, ഞാൻ ആവർത്തിക്കുന്നു, മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ചെയ്തത് കുറ്റകൃത്യമാണ്, ക്രിമിനൽ കുറ്റമാണ് ചെയ്തത്. ഇപ്പൊ ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരു ക്രിമിനൽ ആക്ട് നടന്നു കഴിഞ്ഞാൽ ഞാനത് പോലീസിനെ അറിയിക്കണ്ടേ? നിങ്ങൾ ആരാണെങ്കിലും അറിയിക്കണ്ടേ? നിങ്ങളത് മറച്ചു വെക്കുന്നത് ക്രിമിനൽ കുറ്റമാണ്. അതുപോലെ സർക്കാരാണ് ഈ ക്രിമിനൽ കുറ്റങ്ങളുടെ പരമ്പര മുഴുവൻ മറച്ചുവെച്ച് ഗുരുതരമായ കുറ്റകൃത്യം ചെയ്യുന്നത്. ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്? ഏത് പരുന്താണ് സർക്കാരിന്റെ മീതെ പറക്കുന്ന? നീതിന്യായ വ്യവസ്ഥയുടെ മീതെ പറക്കുന്ന പരുന്തേതാ? ഇവിടെ നടന്നത് കുറ്റകൃത്യമാണ്. ആ കുറ്റകൃത്യം അന്വേഷിച്ചാൽ മതിയാവും. ഞങ്ങൾ പറഞ്ഞത് മുതിർന്ന വനിതാ IPS ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തി കുറ്റക്കാരായ ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം.